കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്നും ധ്യാനിപ്പാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചു. നമ്മൾ ചിന്തിച്ചത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം കടന്നുപോയ പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ ഒന്നുകുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത് നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട്. നോക്കണേ, ഇന്നുള്ള ഒരു സാധാരണ സുവിശേഷകൻ പോലും, ഒരു സാധാരണ മനുഷ്യൻ പോലും സഹിക്കാത്തതായ കഷ്ടതയിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ്. പലരും ചോദിക്കാം, പൗലോസ് എന്താ ദൈവഭക്തനല്ലായിരുന്നോ? പൗലോസ് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇന്നത്തെ ഒരു തിയോളജി എന്ന് പറയുന്നത്, ഈ തിയോളജി എന്ന് പറയുന്നത് ദൈവവചനപ്രകാരം അല്ല കേട്ടോ. ചിലർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വരുന്നത് പാപം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയ പാപി അപ്പോസ്തലനായ പൗലോസ് ആകേണ്ടതാണ്. പക്ഷേ നമുക്കറിയാം, അങ്ങനെയല്ല. ബൈബിളിലെ വിശുദ്ധന്മാരിൽ ഒരുവനാണ് അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ആ സാക്ഷ്യനിമിത്തം അല്ല, യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വളരെയധികം പ്രയോജനപ്രദമായി ജീവിച്ചവൻ എന്ന നിലയിൽ തനിക്ക് ധാരാളം കഷ്ടതകൾ നേരിട്ടു. പൗലോസിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ ഭൂമിയിൽ ധാരാളം എതിർപ്പുകളുണ്ടാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശുക്രിസ്തു പോലും എത്രയോ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി. വേണമെങ്കിൽ ഇന്ന് പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ മറ്റ് മിനിസ്റ്റേഴ്സിനോ പോലീസും മറ്റ് പട്ടാളക്കാരും കൊടുക്കുന്ന എസ്കോട്ട് പോലെ യേശുക്രിസ്തുവിന് സ്വർഗീയ സേന എസ്കോട്ട് കൊടുത്തിരുന്നെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ കഷ്ടതകളൊക്കെ അനുവദിക്കുന്നത് നമ്മെ സൽഗുണ പൂർണ്ണരാക്കുവാനും ദൈവത്തിന് മുമ്പാകെ നമ്മളെ പൂർണ്ണതയോടെ നിർത്തുവാനുമാണ്. കർത്താവ് യേശുക്രിസ്തു ജീവിതം എന്തായിരുന്നു? ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായി തീർന്നു. ആർക്ക് അനുസരണമുള്ളവനായി തീർന്നു? തന്നെ അയച്ച പിതാവിന് അനുസരണമുള്ളവനായി തീർന്നു. പൗലോസിന്റെ ജീവിതം ഇപ്രകാരം മുന്നോട്ട് പോകാൻ കാരണം അവൻ സ്വർഗീയ വിളിക്ക് അനുസരണം കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലും നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ, നമ്മൾ പാപികളായതുകൊണ്ടല്ല, നാം ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ സകലവും നമുക്ക് പ്രതികൂലമായി തീരും. പക്ഷേ ഇന്ന് നമ്മൾ വായിക്കുന്നതായ വേദഭാഗം കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതും കൂടെ കൂട്ടി ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ടെന്നു. ഇന്ന് നമ്മൾ സഹിക്കുന്നതായ ഏത് പ്രയാസമാണെങ്കിലും അതിനോട് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ നേടുവാൻ പോകുന്ന ആ നിത്യ തേജസ്, സ്വർഗീയമായ തേജസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്നുള്ളത്. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഉപമയാണല്ലോ, ഒരു സ്ത്രീ, അവൾ വേദനയോടുകൂടെ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നു. പക്ഷേ ആ കുഞ്ഞിനെ കാണുമ്പോൾ അവളുടെ ആ പ്രസവവേദന മുഴുവനും അവൾ മറന്നുപോക്കുന്നു എന്ന് പറയുന്ന പോലെ, നമുക്ക് ലഭിക്കുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ, നമ്മൾ വിചാരിക്കേണ്ടത് ഈ ഭൂമിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന നന്മകളെക്കുറിച്ചോ സാമ്പത്തിക അനുഗ്രഹങ്ങളെക്കുറിച്ചോ ഭൗതിക നന്മകളെക്കുറിച്ചല്ല. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് സ്വർഗീയമായി പ്രാപിക്കാൻ പോകുന്ന, നമ്മളിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ്സിനെ കുറിച്ചുള്ള ചിന്ത നമ്മളെ ഭരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് ദൈവവചനത്തിലൂടെയാണ്. എത്രയോ വചനങ്ങൾ അത് സംബന്ധിച്ച് നമുക്ക് കാണുവാനുണ്ട്. നമ്മൾ എന്നേക്കും കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്,
നമ്മൾ സ്വർഗത്തിൽ ദൂതന്മാരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, കഷ്ടതയില്ലാത്ത, പട്ടിണിയില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ വീടിനെക്കുറിച്ചുള്ള ആ കാഴ്ചപ്പാട്, ഇതെല്ലാം നമുക്ക് വിശുദ്ധ വേദപുസ്തകം തരുന്നുണ്ട്. അതിനർത്ഥം ഈ ഭൂമിയിലല്ല നമ്മളുടെ ബെസ്റ്റ് ലൈഫ് നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത്. നമ്മുടെ ബെസ്റ്റ് ലൈഫ് നമ്മൾ ചിലവഴിക്കാൻ പോകുന്നത് സ്വർഗത്തിലാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. 19-ാം വാക്യത്തിൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ മാത്രമല്ല. സൃഷ്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച സകലതും. മനുഷ്യനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്, മറിച്ച് ദൈവം സൃഷ്ടിച്ച സകലവും. ഈ ദൈവം സൃഷ്ടിച്ച സകലവും എന്ന് ഇവിടെ ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. പാപത്താലാണ് ഈ ദൈവത്തിന്റെ സൃഷ്ടിപ്പ് മുഴുവനും മോശമായി മാറിയത്. ദൈവം സകലതും സൃഷ്ടിച്ചപ്പോൾ നല്ലതെന്ന് കണ്ടതാ. പക്ഷേ നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ മനുഷ്യന് ദോഷമുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ തന്നെ ഭൂമിക്ക് ദോഷമായ അനേക കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ പാപത്താൽ നശിക്കപ്പെട്ട ഭൂമിയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിലുള്ള അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കൊലോസ്യർ 3:4 നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. യെശയ്യാപ്രവചനം 11-ാം അധ്യായം അതിന്റെ 6 മുതൽ 9 വരെ വായിക്കുമ്പോൾ സഹസ്രാബ്ദ വാഴ്ചയിൽ, അതായത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ഇവിടെ 7 വർഷം അന്ത്യക്രിസ്തു ഭരിക്കുമെന്നും അതിനുശേഷം കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകുമെന്നും യേശുക്രിസ്തു തന്റെ വിശുദ്ധന്മാരോടുകൂടെ ഈ ഭൂമിയിൽ 1000 വർഷം വാഴുമെന്നും സാത്താനെ ചങ്ങലക്കിടുമെന്നും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ആ നാളിൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മെയ്യും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പൊതിങ്കിൽ കളിക്കും, മുലകൂടി മാറിയ പൈതൽ അണിലയുടെ പൊത്തിൽ കൈയിടും, സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇതാണ് വരാൻ പോകുന്ന മഹത്വം എന്ന് പറയുന്നത്. ഇതാണ് വരാൻ പോകുന്ന തേജസ് എന്ന് പറയുന്നത്. നമ്മെപ്പോലെ ഈ സൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുക. അപ്പോൾ അത്രത്തോളം അറിവുള്ളതായ മനുഷ്യൻ, ഈ പ്രാപിക്കാൻ പോകുന്ന തേജസ്സിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള മനുഷ്യൻ, നാം ചെയ്യേണ്ടത് ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയെ വളരെ സഹതാപത്തോടും വേദനയോടും കൂടെ കാണുകയല്ല, മറിച്ച് നമ്മൾ ലഭിക്കാൻ പോകുന്ന ആ നിത്യ തേജസ്സിനെ കുറിച്ച് ചിന്തയുള്ളവരായി തീരണം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ദൈവിക അനുഗ്രഹങ്ങൾ, ഞങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന ദൈവ തേജസ്, അതിൻ്റെ ഘനം അതെത്രയാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിപ്പാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഇന്ന് യേശുക്രിസ്തുവിനുള്ള പ്രത്യാശയാൽ നിറയപ്പെട്ട് കർത്താവെ ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ജീവിതത്തിൽ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും കടന്നു പോകുന്ന പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസമാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അത് വളരെ വേഗം സംഭവിക്കും. ലോകത്തിൻ്റെ കാലഗതികൾ, ലോകത്തിൻ്റെ സംഭവങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിലേക്ക് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ.